ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെമ്മിൻ്റെ ഇൻഫർമാറ്റിക്സ് ഇൻ അക്കാഡമിക്സ് എന്ന മെയിൻ പേപ്പറിലെ സോഷ്യോളജിക്കൽ മെയിൻ പേപ്പറിൽ രണ്ടാമത്തെ ബ്ലോക്കിൽ മൂന്നാമത്തെ യൂണിറ്റ്, അതായത് ആ പുസ്തകത്തിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതുപോലെ പെയ്ഡ് നോട്ട്സ്, പെയ്ഡ് അസൈൻമെൻറ്റ്സ് ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം. അപ്പോൾ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം കേട്ടോ. പേയ്മെൻ്റ് ഉണ്ട്, പെയ്ഡ് നോട്ട്സ്, പെയ്ഡ് അസൈൻമെൻറ്റ്സ് ഒക്കെയാണ്. നോക്കുക, ബ്ലോക്ക് 2 യൂണിറ്റ് 3. യൂണിറ്റ് 3 ബെനിഫിറ്റ്സ് ആൻഡ് ഡ്രോബാക്സ് ഓഫ് ഓൺലൈൻ ലേണിംഗ് ആണ്. ഓൺലൈൻ ലേണിങ്ങിൻ്റെ ഡ്രോബാക്സ്, ബെനിഫിറ്റ്സ്, പ്രയോജനങ്ങളും അതിൻ്റെ ദോഷങ്ങളുമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ എന്നോണം ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ COVID-19 വന്നല്ലോ. COVID-19 പാൻഡമിക്കിൻ്റെ അനന്തരഫലമായിട്ട് ഓൺലൈൻ പഠനം ഒരു പ്രധാന ബദലായിട്ട് ഉയർന്നു വന്നു അല്ലേ. പഠനം നമ്മൾ അങ്ങനെയല്ലേ ചെയ്ത വിദ്യാലയങ്ങളൊക്കെ അടച്ചു പൂട്ടിയിട്ട് പകരം നമ്മൾ ഓൺലൈനിലായിട്ട് ക്ലാസ് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തിരുന്നത്. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഭൂമിശാസ്ത്രപരമായ പരിമിതികളുടെയും ഭൗതിക സാന്നിധ്യത്തിൻ്റെയും തടസ്സങ്ങൾ ഇല്ലാതാക്കുന്നു. ഓൺലൈൻ പഠനത്തിൻ്റെ മുദ്രാവാക്യം തന്നെ എന്താണ്? ആരും എപ്പോൾ വേണമെങ്കിലും എവിടെയും എന്ന്. ആരും എപ്പോൾ വേണമെങ്കിലും എവിടെയും എന്നാണ് ഓൺലൈൻ പഠനത്തിൻ്റെ അല്ലെങ്കിൽ ഓൺലൈൻ പഠനത്തിൻ്റെ മുദ്രാവാക്യമായിട്ട് കണക്കാക്കുന്നത്. ഇതിൽ പ്രായമോ പശ്ചാത്തലമോ മുൻ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മുൻകൂർ വിദ്യാഭ്യാസമോ ഒന്നും പരിഗണിക്കാതെ ഓൺലൈൻ പഠനം എല്ലാവർക്കുമായി തുറന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് എന്ത്? ആരും എന്ന് പറയും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എന്നത് ഓൺലൈൻ പഠനത്തിൻ്റെ വഴക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് അതിൽ കയറിയിട്ട് പഠനം ഏത് പ്രായത്തിൽ നമുക്ക് പഠിക്കാം. എവിടെയും എന്നത് ഓൺലൈൻ പഠനത്തിൻ്റെ വൈവിധ്യത്തെയാണ് എടുത്തു കാണിക്കുന്നത്. അതായത് നമുക്ക് എവിടെ ആയിരുന്നാലും ഏത് ഭാഷയിലും ഏത് വിഷയത്തിലും പഠനം അതിൽ നടത്താൻ കഴിയും കേട്ടോ. അവിടെ ജനറേറ്റീവ് AI ഉണ്ടല്ലോ, AIയും കോഗ്നിറ്റീവ് ലേണിങ്ങും ഓൺലൈൻ വിദ്യാഭ്യാസത്തെ കൂടുതൽ വ്യക്തിഗതമാക്കുകയും വ്യക്തിഗത ആവശ്യങ്ങൾക്ക് അനുയോജ്യമാക്കുകയും ചെയ്തുകൊണ്ടൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഉപയോക്തൃ ചോയ്സുകളെ അടിസ്ഥാനമാക്കി വ്യത്യസ്ത നിർദ്ദേശ രീതികൾ നടത്തുന്നതിലൂടെ കൂടുതൽ വഴക്കമുള്ളതും പ്രതികരിക്കുന്നതുമായ ഒരു പഠന അന്തരീക്ഷം സൃഷ്ടിക്കാൻ AI സഹായിക്കുന്നുണ്ട്. ഓൺലൈൻ പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന് കോഴ്സ് പൂർത്തീകരണ ഡ്രോപ്പ് ഓഫുകളാണ്. അതിന് വളരെ ഉയർന്ന ഒരു നിരക്കാണിപ്പോൾ ഉള്ളത്. കോഴ്സ് പൂർത്തീകരണ ഡ്രോപ്പ് ഓഫുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? കോഴ്സ് പൂർത്തിയാക്കാതെ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നവരുടെ ഒരു അമിതമായ എണ്ണം. അതാണ് അതിൻ്റെ ഒരു പ്രധാന പരിമിതിയായിട്ട് കാണുന്നത്. വ്യക്തിഗത ഇടപെടലുകളും അതുപോലെ തന്നെ ഇൻസ്ട്രക്ടർമാരും സമപ്രായക്കാരും വ്യക്തമായ സാന്നിധ്യമില്ലാതെ പ്രചോദിതരായിട്ട് ഒരിടത്ത് വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ആകുമ്പോൾ അത് വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ ബുദ്ധിമുട്ടായിരിക്കാം എന്ന് പറയുന്നുണ്ട്. ഓൺലൈൻ കോഴ്സുകളുടെ വഴക്കം പ്രയോജനകരമാണെങ്കിലും ചിലപ്പോഴെങ്കിലും ഒരാളുടെ പഠന ഷെഡ്യൂൾ കൈകാര്യം ചെയ്യുന്നതിൽ കാലതാമസത്തിനും അച്ചടക്കമില്ലായ്മയിലേക്കും അത് നയിക്കാനും സാധ്യതയുണ്ട്. കൂടാതെ ഉടനടി ഫീഡ്ബാക്കിൻ്റെയും അതുപോലെ പിന്തുണയുടെയും അഭാവം വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മെറ്റീരിയലുകളുമായിട്ട് ഇടപഴകുന്നതിനോ ബുദ്ധിമുട്ട് ഉണ്ടാക്കും. കോഴ്സുകൾ പൂർത്തിയാക്കുന്നതിനുള്ള വെല്ലുവിളിക്ക് കൂടുതൽ സംഭാവന നൽകുന്ന ഡിജിറ്റൽ പരിസ്ഥിതി വ്യതിചലിക്കുന്നതും അതാണ് ഒറ്റപ്പെടലിൻ്റെ ബോധത്തിനും അത് ഇടയാക്കും. ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നതിന് സംവേദനാത്മക ഘടകങ്ങൾ ഉൾപ്പെടുത്തുക, അതുപോലെ തന്നെ കോഴ്സ് മെച്ചപ്പെടുത്തുന്നതിനും പഠിതാക്കൾക്കിടയിലെ കമ്മ്യൂണിറ്റി ബോധം വളർത്തുക തുടങ്ങിയ നൂതന ആവശ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെയും അതിൽ ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമങ്ങളും നടന്നുണ്ട്. ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് നമ്മൾ ഈ അധ്യായത്തിൽ ഇനി കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ ഒറ്റയടിക്ക് അതൊന്നും ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നോണം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ ലേണിംഗ്, ഓൺലൈൻ പഠനത്തിൻ്റെ പ്രയോജനങ്ങൾ. ഒന്ന് ആക്സസിബിലിറ്റിയാണ്, പ്രവേശനക്ഷമത. ഓൺലൈൻ പഠനത്തിൻ്റെ പ്രധാന നേട്ടം അതിൻ്റെ പ്രവേശനക്ഷമത തന്നെയാണ്. ഓൺലൈൻ പഠനം ലോകമെമ്പാടുമുള്ള പഠിതാക്കളെ പ്രായമോ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമോ മേഖലകളോ ഒന്നും നോക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്? ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം ആക്സസ് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ്, വഴക്കമാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഓൺലൈൻ പഠനത്തിൻ്റെ പഠിതാക്കൾക്ക് ഓഫ്ലൈൻ വീഡിയോ ക്ലാസ്സുകൾ, ഓൺലൈൻ പാഠപുസ്തകങ്ങൾ, ക്വിസുകൾ, അതുപോലെ അസൈൻമെൻറ്റുകൾ എന്നിങ്ങനെയുള്ള വിപുലമായ സാങ്കേതികതകളിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നേരത്തെ പറഞ്ഞില്ലേ, AI ഓൺലൈൻ പഠനത്തെ കൂടുതൽ ആകർഷകമാക്കാനും കഴിവുണ്ട്. ഇപ്പോൾ നൂതനമായിട്ട് കണ്ടെത്തിയതാണ്, അതും അതിന് സഹായിക്കുന്നു. ഇനി അതിൻ്റെ മറ്റൊരു നേട്ടമാണ് കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്, ചെലവ് ഫലപ്രാപ്തി എന്ന് പറയും. ഓൺലൈൻ കോഴ്സുകൾ പരമ്പരാഗത ക്ലാസ് റൂം അധിഷ്ഠിത കോഴ്സുകളെക്കാൾ കൂടുതൽ ലാഭകരമാണ്. കാരണം അവ യാത്രാമാർഗം, താമസം, അതുപോലെ അച്ചടി മെറ്റീരിയലുകൾ എന്നിവ പോലുള്ള ചെലവുകളെ അത് ഇല്ലാതാക്കുന്നുണ്ട്.
ഇനി കോസ്റ്റ് ബെനഫിറ്റ് ഫോർ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾക്കുള്ള ചിലവ് ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ട്യൂഷൻ ഫീസ് അത് ഇല്ലാതാക്കുന്നു എന്നതാണ് പ്രാഥമിക നേട്ടങ്ങളിൽ ഒന്ന്. കൂടാതെ യാത്രാ ചെലവുകളും താമസ ചെലവുകളും വിദ്യാർത്ഥികളുടെ വായ്പ എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ ഇല്ലാതാക്കുന്നു. ഇനി കോസ്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് എങ്ങനെയാണ് ചെലവ് നേട്ടങ്ങൾ ഉണ്ടാകുന്നതെന്ന്. ഓൺലൈൻ പഠനങ്ങൾ, ക്ലാസ് റൂമുകൾ, അതുപോലെ ഓഫീസർമാർ, അതുപോലെ ക്യാമ്പസ് സൗകര്യങ്ങൾ, നിർമ്മാണം, പരിപാലനം, അതുപോലെ യൂട്ടിലിറ്റികൾ, ഇതിൻ്റെ ഒന്നും ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ഗണ്യമായ ലാഭം ഇത് സ്ഥാപനങ്ങൾക്ക് ഉണ്ടാക്കുന്നു. ഡിജിറ്റൽ കോഴ്സ് മെറ്റീരിയലുകൾ കുറഞ്ഞ ചെലവിൽ എന്ത് ചെയ്യാൻ പറ്റും, പുനരുപയോഗിക്കാനും അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനും കഴിയുകയും ചെയ്യും. ഇനി പേഴ്സണലൈസ്ഡ് ലേണിംഗ് ഓൺലൈൻ ലേണിങ്ങിന്, അതായത് ഓൺലൈൻ പഠനത്തിൽ വ്യക്തിഗതമാക്കിയ പഠനം, അത് പ്രത്യേകം ചോദിക്കാറുണ്ട് കേട്ടോ. ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന നേട്ടമാണ് വ്യക്തിപരമാക്കിയ പഠനം എന്ന് പറയുന്നത്. ഓരോ പഠിതാവും അവരുടേതായ അല്ലെങ്കിൽ ആ പഠിതാവിൻ്റെ തനതായ ഒരു ആവശ്യങ്ങൾ, മുൻഗണനകൾ, ലക്ഷ്യങ്ങൾ എന്നിവയ്ക്ക് അനുയോജ്യമായ ഒരു വിദ്യാഭ്യാസ അനുഭവം ലഭിക്കുന്നുണ്ട് ഇതിലൂടെ. അത് ഉറപ്പാക്കുന്നുമുണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ. അപ്പോൾ ഓൺലൈൻ പഠനത്തിൽ വ്യക്തിഗതമാക്കിയ പഠനം പ്രകടമാക്കുന്ന ചില വഴികളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തത് സ്വയം വേഗത്തിലുള്ള പഠനമാണ്. അതായത് വിദ്യാർത്ഥിക്ക് അവരുടെ ഗവേഷണത്തിൽ അല്ലെങ്കിൽ അവരുടെ പഠനത്തിൽ അവരുടെ വേഗതയിൽ കോഴ്സ് മെറ്റീരിയലിലൂടെ മുന്നേറാനുള്ളൊരു കഴിവ് അല്ലെങ്കിൽ അതിനുള്ളൊരു അവസരം ഇത് ഒരുക്കി കൊടുക്കുന്നു. രണ്ടാമത്തത് ഇഷ്ടാനുസൃതമാക്കിയ പഠന പാതകളാണ്. അതായത് ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ ഒരു ഇഷ്ടാനുസൃത പഠന പാത സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ വിദ്യാർത്ഥിയുടെയും തനതായ ആവശ്യങ്ങൾ, അതുപോലെ അവരുടെ താല്പര്യങ്ങൾ, ലക്ഷ്യങ്ങൾ എന്നിവയ്ക്ക് അനുയോജ്യമായ രീതിയിൽ വിദ്യാഭ്യാസ അനുഭവം ക്രമീകരിക്കുക എന്നതാണ്. ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ വഴക്കം വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുയോജ്യമായ അവർക്ക് എപ്പോഴാണോ അനുയോജ്യമാകുന്നത് അപ്പോഴെല്ലാം അവർക്ക് പഠിക്കാനുള്ളൊരു അവസരം അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തത് അഡാപ്റ്റീവ് ലേണിംഗ് ആണ്. ടെക്നോളജികൾ ഒരു വിദ്യാർത്ഥിയുടെ പഠനം വിലയിരുത്തുന്നതിനും കോഴ്സ് ഉള്ളടക്കം അനുസരിച്ച് ക്രമീകരിക്കുന്നതിനും അൽഗോരിതങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി വ്യക്തിഗത പഠന പദ്ധതികൾ, അതാണ് മറ്റൊന്ന്. അതായത് വിലയിരുത്തലുകളും അതുപോലെ തന്നെ അതിൻ്റെ നമ്മൾ പറയില്ലേ ഫീഡ്ബാക്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിർദ്ദിഷ്ട ശക്തികളും ദൗർബല്യങ്ങളും ലക്ഷ്യം വെക്കുന്നതിന് വ്യക്തിഗതമാക്കിയ പഠന പരിമിതികൾ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ വൈവിധ്യമാർന്ന പഠന വിഭവങ്ങളാണ്. ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ, വീഡിയോകൾ, ഇൻ്ററാക്റ്റീവ്, അതുപോലെ സിമുലേഷന്, അതുപോലെ തന്നെ ഗെയിംഫൈഡ് ലേണിംഗ് അനുഭവങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ ആളുകൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇനി നാലാമതൊന്ന് പറയുന്നത് സംവേദനാത്മക വിലയിരുത്തലുകളും ഫീഡ്ബാക്കുമാണ്. ഓട്ടോമേറ്റഡ് ക്വിസുകൾ, അതുപോലെ തന്നെ അസൈൻമെൻറ്റുകളും ഉടനടി ഫീഡ്ബാക്ക് നൽകുന്നതിന് സഹായകമാണ്. പിന്നെ മറ്റൊന്ന് ഉപദേശവും പിന്തുണയുമാണ്. വ്യക്തിഗതമാക്കുന്നതിനുള്ള മറ്റൊന്നാണ് ഉപദേശവും പിന്തുണയും. സ്വകാര്യ അധ്യാപകർ, ഓൺലൈൻ നൽകുന്ന അധ്യാപകർ, ആളുകൾ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും പഠിതാവിൻ്റെ ആവശ്യങ്ങൾ എന്താണോ അതനുസരിച്ച് ക്രമീകരിക്കുന്നു. പിന്നെ സമപ്രായക്കാരുടെ സഹകരിച്ചുള്ള പഠനത്തിന് പിയർ ഫീഡ്ബാക്ക് അനുവദിക്കുന്നുണ്ട്. ഇനി അഞ്ചാമത് പറയുന്ന കാര്യം ഡാറ്റ അധിഷ്ഠിത സ്ഥിതിവിവരണ കണക്കാണ്. പതിവ് റിപ്പോർട്ടുകൾ പഠിതാക്കളെ അവരുടെ പുരോഗതി ട്രാക്ക് ചെയ്യാനും അതിനനുസരിച്ച് അവരുടെ പഠന തന്ത്രങ്ങൾ ക്രമീകരിക്കാൻ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് വരുത്താനുമുള്ള ഒരു അവസരം വിദ്യാർത്ഥികൾക്ക് ഒരുക്കി കൊടുക്കുന്നു. ഇനി ഒന്ന് ലക്ഷ്യാധിഷ്ഠിത പഠനമാണ്. ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യാധിഷ്ഠിത പഠനം എന്ന് പറയുന്നത് ഒരു വ്യക്തിഗത സമീപനമാണ്. അവിടെ വിദ്യാർത്ഥികൾ നിർദ്ദിഷ്ടമായ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുകയും ഈ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുന്നതിന് അവരുടെ പഠന പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ രീതി വിദ്യാർത്ഥികളെ അവരുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ പ്രൊഫഷണൽ അഭിലാഷങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കഴിവുകളും അറിവും നേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും. അതിൽ ഇനി ഒന്ന് പറയാൻ പറ്റുന്ന ഒന്നാണ് വ്യക്തിഗത ലക്ഷ്യങ്ങളാണ്. പ്രസക്തമായ കോഴ്സുകളും പ്രവർത്തനങ്ങളും നിർദ്ദേശിക്കാൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ കഴിയും. മറ്റൊന്ന് കരിയർ വിന്യാസമാണ്. ജോലിസ്ഥലത്ത് ഉടനടി പ്രയോഗിക്കാൻ കഴിയുന്ന പ്രസക്തമായ കഴിവുകളും അറിവും പ്രദാനം ചെയ്യുന്ന നിർദ്ദിഷ്ട തൊഴിൽ ലക്ഷ്യങ്ങളുമായിട്ട് വിന്യസിക്കുന്നതിനാണ് പല ഓൺലൈൻ കോഴ്സുകളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇനി വൈഡ് റേഞ്ച് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് കോഴ്സസ് ആണ്. പ്രോഗ്രാമുകളുടെയും കോഴ്സുകളുടെയും വിപുലമായ ശ്രേണി അതുണ്ട് ഇതിൽ ഓൺലൈൻ പഠനത്തിൽ. ഓൺലൈൻ വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമുകൾ വൈവിധ്യമാർന്ന ഉപയോക്തൃ താല്പര്യങ്ങളും കരിയർ ലക്ഷ്യങ്ങളും നിറവേറ്റുന്നതിന് വിപുലമായ പ്രോഗ്രാമുകളും കോഴ്സുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ലഭ്യമായ വൈവിധ്യത്തെക്കുറിച്ചുള്ള ചില പ്രധാന പോയിന്റുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് അക്കാദമിക് ബിരുദങ്ങളാണ്.
പല സ്ഥാപനങ്ങളും പൂർണ്ണമായ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഗ്രാമുകൾ ഓൺലൈനിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റുകളാണ്. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ കോഴ്സ് പൂർത്തിയാക്കുമ്പോഴും വിദ്യാർത്ഥികൾക്ക് അവരുടെ യോഗ്യതക്കനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് ഷോർട്ട് കോഴ്സുകളാണ്. ഓൺലൈൻ ഹ്രസ്വ കോഴ്സുകളും ലക്ഷ്യമിടി കോഴ്സുകൾ ചിലപ്പോൾ മണിക്കൂറുകൾ മുതൽ ഏതാനും ആഴ്ചകൾ വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സുകൾ വരെ അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് സാങ്കേതികവും തൊഴിലധിഷ്ഠിതവുമായ പരിശീലനമാണ്. ഓൺലൈൻ കോഴ്സുകൾ പ്രത്യേക ജോലി റോളുകൾക്ക് പ്രായോഗിക കഴിവുകൾ നൽകി കൊടുക്കും, അതായത് അതിനുള്ള വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അഞ്ചാമത്തത് തുടർ വിദ്യാഭ്യാസം. പ്രൊഫഷണലുകൾ തിരഞ്ഞെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സംഭവവികാസങ്ങൾ തുടർ വിദ്യാഭ്യാസ ആവശ്യകതകൾ നിറവേറ്റി കൊടുക്കുന്നുണ്ട്. ആറാമത്തത് ഭാഷാ പഠനമാണ്. ഓൺലൈൻ പഠനങ്ങൾ വിവിധ ഭാഷാ കോഴ്സുകൾക്ക് പ്രാധാന്യം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊന്നാണ് താല്പര്യ കോഴ്സ്. എന്താണ് നമ്മുടെ എന്താ പറയുക, ഹോബി താല്പര്യ കോഴ്സുകൾ, ഹോബിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കോഴ്സുകൾ ചെയ്തു കൊടുക്കുന്നു. പിന്നെ സൗജന്യം തുറന്നതുമായ കോഴ്സുകൾക്ക് അനുവദിക്കും. ഇനി അടുത്തത് എൻഹാൻസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ്, മെച്ചപ്പെടുത്തിയ പഠനാനുഭവം. മൾട്ടിമീഡിയ ഉറവിടങ്ങൾ, ഇൻ്ററാക്റ്റീവ് ടൂളുകൾ, വ്യക്തിഗത ഫീഡ്ബാക്ക് എന്നിവ പഠനത്തെ കൂടുതൽ ചലനാത്മകവും ആസ്വാദ്യകരവുമാക്കുന്നുണ്ട്. ഈ സമീപനം വ്യക്തമായ പഠന ശൈലികളെ ഉൾക്കൊള്ളുന്നുണ്ട്. മാത്രമല്ല ഓരോന്നിനും അത് ഉറപ്പ് നൽകുന്നുമുണ്ട്. എന്തൊക്കെയാണ് അതിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ നോക്കുക. സംവേദനാത്മകവും ആകർഷകവുമായ ഉള്ളടക്കം നൽകുന്നുണ്ട്. വൈവിധ്യമാർന്ന പഠനോപകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. വ്യക്തിഗത പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഫ്ലെക്സിബിലിറ്റിയും സൗകര്യവും ഒരുക്കുന്നുണ്ട്. പരസ്പര ഇടപഴകുന്ന ഒരു പരിസ്ഥിതിയിലെ പഠനം ആവശ്യമെങ്കിൽ അതും ചെയ്യുന്നുണ്ട്. പിന്നെ സ്വയം വേഗത്തിലുള്ള പഠനം സാധ്യമാക്കുന്നു. ഉടനടി ഫീഡ്ബാക്ക് കൊടുക്കുന്നു. വൈദഗ്ധ്യത്തിലേക്കുള്ള ആഗോള പ്രവേശനം നൽകുന്നു. ഇനി നമുക്ക് അടുത്തത് വരുന്നത് ഗ്ലോബൽ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസാണ്. ആഗോള നെറ്റ്വർക്കിംഗ് അവസരങ്ങളെക്കുറിച്ചാണ് ഇനി അടുത്തത് പറയുന്നത്. അതുപോലെ ഓൺലൈൻ വിദ്യാഭ്യാസം അതിശയകരമായ ആഗോള നെറ്റ്വർക്കിംഗ് അവസരങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. ലോകത്തിലെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള സമപ്രായക്കാർ, ഉപയോക്താക്കൾ അല്ലെങ്കിൽ ഉപദേശകർ, പ്രൊഫഷണലുകൾ എന്നിവരുമായിട്ട് ബന്ധപ്പെടാൻ വിദ്യാർത്ഥികളെ ഇത് അനുവദിക്കുന്നുണ്ട്. ഇത് പഠനാനുഭവത്തെ കൂടുതൽ ഊർജ്ജസ്വലവും സമ്പന്നവുമാക്കുന്നുണ്ട്. അപ്പോൾ വൈവിധ്യമാർന്ന സ്റ്റുഡൻറ്റ് ബോഡിയുണ്ട്, പ്രൊഫഷണൽ കണക്ഷനുകളും ഉണ്ട്. ഇനി ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ആൻഡ് അസസ്മെൻ്റ് ആണ്. ഉടനടി ഫീഡ്ബാക്കും വിലയിരുത്തലും നൽകുന്നു. ഉടനടി ഫീഡ്ബാക്കും വിലയിരുത്തലുമാണ് ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ സവിശേഷതകളിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന്. സമയബന്ധിതമായ ഫീഡ്ബാക്ക് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവും മെറ്റീരിയലിൻ്റെ ഗ്രാഹ്യവും നിരന്തരം മികച്ചതാക്കാനുള്ളൊരു കഴിവ് അവർക്ക് ലഭിക്കും. സമയോചിത സ്ഥിതിവിവര കണക്കുകൾ കൊടുക്കുന്നുണ്ട്. മെച്ചപ്പെടുത്തിയ പഠനം ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവരങ്ങൾ നിലനിർത്താനുള്ള കഴിവ് നൽകുന്നുണ്ട്. പുനരവലോകനത്തിനുള്ളൊരവസരം നൽകുന്നു വിദ്യാർത്ഥികൾക്ക്. വൈവിധ്യമാർന്ന മൂല്യനിർണ്ണയ രീതികൾ ഇതിൽ വരുന്നുണ്ട്. രൂപീകരണ മൂല്യനിർണ്ണയങ്ങളും അതും വരുന്നുണ്ട്. അതുപോലെ സംഗ്രഹ മൂല്യനിർണ്ണയമുണ്ട്. സമപ്രായക്കാരുമായി ഒരു സ്വയം വിലയിരുത്തൽ നടത്താൻ കഴിയും. ഓട്ടോമാറ്റഡ് അസസ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. ഡാറ്റ അനലിറ്റിക്സും ഈ പഠനത്തിൽ നടത്തുന്നുണ്ട്. ഇനി കണ്ടിന്യൂസ് ആക്സസ് ടു റിസോഴ്സസ് ആണ്. വിഭവങ്ങളിലേക്കുള്ള തുടർച്ചയായ പ്രവേശനം. ഓൺലൈൻ വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് മുഴുവൻ സമയവും വിഭവങ്ങളിലേക്ക് പ്രവേശനം നൽകുന്നുണ്ട്. അവർക്ക് അവരുടെ വേഗതയിൽ പഠിക്കാനും ആവശ്യമുള്ളപ്പോഴൊക്കെ മെറ്റീരിയലുകൾ വീണ്ടും വീണ്ടും സന്ദർശിക്കാനും അവസരം നൽകുന്നു. ഈ വഴക്കം അവരെ ആശയങ്ങൾ നന്നായി മനസ്സിലാക്കാനും അവരുടെ തനതായ പഠന ശൈലികൾ എന്താ പറയുക, അത് ഏത് തിരക്കുള്ള സമയത്തും അതിനനുസരിച്ചുള്ളൊരു ഷെഡ്യൂൾ അനുസരിച്ച് അനുയോജ്യമാക്കാനും അവർക്ക് കഴിയും. ഓൺലൈൻ ഡിമാൻഡ് മെറ്റീരിയലുകൾ, അതായത് ആവശ്യമുള്ളപ്പോഴൊക്കെ ലഭ്യമാക്കുന്ന അവരുടെ മെറ്റീരിയലുകൾ അവർക്കതിനേറെ സഹായകമാണ്. പിന്നെ മറ്റൊന്ന് പറയുന്നത് 24/7 ലഭ്യത എന്നാണ്. ആഴ്ചയിൽ 24 മണിക്കൂറും ഇത് ലഭ്യമാകും എന്നുള്ളത്. ആജീവനാന്ത പഠനം, പിന്നെ റിസോഴ്സ് വൈവിധ്യം, അതുപോലെ തന്നെ മെച്ചപ്പെടുത്തിയ തയ്യാറെടുപ്പ്, അവലോകനത്തിനുള്ള സൗകര്യം, ഇതൊക്കെ വിദ്യാർത്ഥികൾക്ക്, അതിൻ്റെ പഠിതാക്കൾക്ക്, വ്യത്യാസമില്ലാതെ പഠിതാക്കൾക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇനി എക്കോ ഫ്രണ്ട്ലി ആണെന്ന്, പരിസ്ഥിതി സൗഹൃദം. ഓൺലൈൻ വിദ്യാഭ്യാസം പരിസ്ഥിതി സൗഹൃദമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഭൗതിക ഉറവിടങ്ങളുടെയും അതുപോലെ യാത്രയുടെയും ആവശ്യകതയെ ഗണ്യമായി കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്ടാവുക, പേപ്പർ ഉപയോഗമില്ല. അതുപോലെ യാത്രയിൽ നിന്നുള്ള കാർബൺ കാൽപ്പാടും അത് കുറയ്ക്കുന്നു. ഈ ഡിജിറ്റൽ സമീപനം പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനും പരിസ്ഥിതി വിദ്യാഭ്യാസ രീതിയുടെ, അതായത് പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന ആ ഒരു വിദ്യാഭ്യാസ രീതിയുടെ പരിസ്ഥിതി കാൽപ്പാടുകൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. ഇനി റെഡ്യൂസ്ഡ് കാർബൺ ഫുട് പ്രിൻറ്റ്, കാർബൺ കാൽപ്പാടുകൾ എങ്ങനെയാണത് കുറയ്ക്കുന്നത് എന്നുള്ള യാത്രാമാർഗ്ഗം ഇല്ലാതാക്കുന്നതിലൂടെയും അതുപോലെ ക്യാമ്പസ് പ്രവർത്തനങ്ങൾ കുറച്ചുകൊണ്ട്. ഇനി കൺസർവേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. വിഭവങ്ങളുടെ സംരക്ഷണം എങ്ങനെയാണ്? കുറഞ്ഞ പേപ്പർ ഉപയോഗം, ഡിജിറ്റൽ സമർപ്പണം. ഇനി ഊർജ്ജ ഉപയോഗം കുറഞ്ഞത് എങ്ങനെയാണ്? ഡിക്രീസ്ഡ് എനർജി കൺസംഷൻ. ഒന്ന് ലോവർ ക്യാമ്പസ് എനർജി ആവശ്യകതകൾ, പിന്നെ മറ്റൊന്ന് കാര്യക്ഷമമായ ഉറവിട ഉപയോഗം.
ഇനി റെഡ്യൂസ്ഡ് വേസ്റ്റുകൾ, കുറഞ്ഞ മാലിന്യമേ ഇതിലുണ്ടാവും. എങ്ങനെയാണ് കുറഞ്ഞ ശാരീരിക മാലിന്യങ്ങൾ, അതുപോലെ തന്നെ താഴ്ന്ന ഇൻഫ്രാസ്ട്രക്ചർ മാലിന്യങ്ങൾ വെച്ചുകൊണ്ട് മാലിന്യങ്ങളെ കുറയ്ക്കുന്നു. പിന്നെ ഇൻക്ലൂസീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു പഠനാന്തരീക്ഷം ഉണ്ടാക്കുന്നു എന്നുള്ളത്. വിദ്യാഭ്യാസം എല്ലാ വിദ്യാർത്ഥികൾക്കും കൂടുതൽ ആക്സസ് ചെയ്യാവുന്നതും ന്യായയുക്തവുമായ ഒന്നായിട്ട് ഇതിനെ മാറ്റും. ഓൺലൈൻ മാറ്റും. ഇപ്പോൾ വൈകല്യങ്ങളുള്ളവർക്ക് പ്രവേശനമുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക, സുഖപ്രദമായ പഠനാന്തരീക്ഷം നൽകുന്നുണ്ട്. അതുപോലെ സഹായ സാങ്കേതിക വിദ്യകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാങ്കേതിക വിദ്യകൾ പ്രദാനം ചെയ്യുന്നുണ്ട്. എങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾ, പിന്നെ ഏത് സമയത്തും ആവശ്യമായ നമ്മുടെ എന്താ പറയുക പഠന മെറ്റീരിയലുകൾ കിട്ടുന്ന രീതിയിൽ, പിന്നെ ഉൾക്കൊള്ളുന്ന പാഠ്യപദ്ധതി രൂപകൽപ്പന, ആജീവനാന്ത പഠന അവസരങ്ങൾ. ഇനി ഡ്രോബാക്സ് ഓഫ് ഓൺലൈൻ ലേണിംഗ് ആണ്. ഓൺലൈൻ പഠന പദ്ധതികളുടെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന്. ഒന്ന്, വ്യക്തിഗത ഇടപെടലിൻ്റെ അഭാവം. അതായത് പരസ്പരം ഇടപഴകാൻ ആളുകൾക്ക് അവസരം കിട്ടുന്നില്ല. കാരണം നമ്മൾ പറയില്ല, സമപ്രായക്കാരൊക്കെ ഉണ്ടെങ്കിലും നേർക്കുനേർ കണ്ടിട്ട് മുഖാമുഖമുള്ളൊരു പരിചയപ്പെടലിനോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനോ പറ്റുന്നില്ല. ഈ പ്രശ്നത്തെക്കുറിച്ചുള്ള ചില വിശദമായ പോയിന്റുകളുണ്ട്. ഒന്നാമത് പറയുന്നത് പരിമിതമായ സാമൂഹിക ഇടപെടൽ. രണ്ടാമത്തത് സഹകരണ പഠനം കുറക്കും. പിന്നെ അറിയാത്ത ആളുകളല്ല, അപ്പോൾ കൂടുതൽ സഹകരിക്കാൻ തയ്യാറാവില്ല. പിന്നെ മൂന്നാമത് പറയുന്നത് കുറഞ്ഞ നെറ്റ്വർക്കിംഗ് അവസരങ്ങളാണ്. അതായത് സഹപാഠികൾ, പ്രൊഫസർമാർ, പ്രൊഫഷണലുകൾ എന്നിവരുമായിട്ടുള്ള മുഖാമുഖ ഇടപെടലിന് അസാധ്യമാക്കുന്നു. മറ്റൊന്ന് വ്യക്തിത്വമില്ലാത്ത ആശയവിനിമയം. ഇമെയിലുകളിലൂടെയും ചർച്ചാ ബോർഡുകളിലൂടെയും വീഡിയോ കോളുകളിലൂടെ ഒക്കെ നടത്തുന്നതിന് ഒരു വ്യക്തിത്വമില്ലാത്ത രീതിയാണ് അനുഭവപ്പെടുന്നതെന്നാണ് അതിലൂടെ പറയുന്നത്. ഇനി ഒന്ന് പറയുന്നത് ഇൻസ്ട്രക്ടർമാരുമായുള്ള ബന്ധം കെട്ടിപ്പടുക്കുന്നതിലെ വെല്ലുവിളികളാണ്. അതായത് നമ്മളെ പഠിപ്പിക്കുന്ന ആളുകളുടെ അധ്യാപകരുണ്ടാവും, അവരുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്താൻ ഇതിലൂടെ കഴിയുന്നില്ല. ഇനി ഒന്ന് പറയുന്നത് ഇടപഴകലും പങ്കാളിത്തവും കുറയുന്നു. ഇതുമായിട്ടുള്ള ഇപ്പോൾ ഒരു ഫിസിക്കൽ ക്ലാസ് റൂമിൻ്റെ അഭാവം ശരിയല്ല. നമുക്കറിയില്ല, നമ്മൾ പരസ്പരം ഇടപഴകിയിട്ട് ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചൊക്കെ പഠിക്കുന്ന ഒരു കാലത്ത് നിന്ന് ഇത് മാറി വരുന്നത് അല്ലേ. അപ്പോൾ അതിനുള്ളൊരു സൗകര്യം ഏതിൽ കിട്ടണില്ല, നമുക്ക് നമ്മുടെ ഓൺലൈൻ പഠനത്തിൽ കിട്ടുന്നില്ല. പിന്നെ പരിമിതമായ പിന്തുണയും മാർഗനിർദ്ദേശവും. ഓൺലൈൻ പഠിതാക്കൾക്ക് അവരുടെ ചോദ്യങ്ങൾക്കുള്ള പ്രതികരണങ്ങൾ ലഭിക്കുന്നതിന് കാലതാമസം ചിലപ്പോൾ നേരിടും. ഇത് മൊത്തത്തിലുള്ള പഠനാനുഭവം ബാധിക്കും. അപ്പോൾ ഇതുപോലെ ആശയവിനിമയ നൈപുണ്യത്തിൽ സ്വാധീനം, പിന്നെ വൈകാരികവും മനഃശാസ്ത്രപരമായ ഇഫക്റ്റുകൾ. ഇനി സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് മോട്ടിവേഷനാണ്. സ്വയം അച്ചടക്കവും പ്രചോദനവും. ഓൺലൈൻ പഠനത്തിൻ്റെ ഉയർന്ന അളവിലുള്ള സ്വയം അച്ചടക്കവും പ്രചോദനവും ആവശ്യമാണ്. ഇതിൻ്റെ അഭാവം വിദ്യാർത്ഥികളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ചില പോയിന്റുകളുണ്ട്. അത് പറയാം നമുക്ക്. ഒന്നാമത്തെ, ബാഹ്യഘടനയുടെ അഭാവം എന്ന് വെച്ചാൽ ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വന്തം ഷെഡ്യൂളുകൾ സൃഷ്ടിക്കുകയും ബാഹ്യഘടന ഇല്ലാതെ ഓർഗനൈസേഷനായി തുടരുകയും വേണം എന്നുള്ളതാണ്. രണ്ടാമത്തത് നീട്ടിവെക്കലാണ്. അതായത് വിദ്യാർത്ഥികൾ നീട്ടിവെക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ പഠിച്ചില്ലെങ്കിലും ഇതിന് എനിക്ക് അവസരമുണ്ട് എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യാം, അടുത്തതിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. മൂന്നാമത്തത് സമയ മാനേജ്മെൻറ്റ് വെല്ലുവിളികളാണ്. ഇപ്പോൾ ജോലി, കുടുംബം, സാമൂഹിക ജീവിതം തുടങ്ങിയ മറ്റു ഉത്തരവാദിത്തങ്ങളുമായിട്ട് കോഴ്സ് സന്തുലിതമായിട്ട് അങ്ങനെ പോവേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ അത് ചിലപ്പോൾ സാധിക്കാത്ത അവസ്ഥകൾ ഉണ്ടാകും. നാലാമത്തത് ഇടപഴകൽ കുറയുന്നു. നേരത്തെ പറഞ്ഞല്ലോ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് മെറ്റീരിയൽ ഉണ്ട്, പക്ഷെ എന്തില്ല, നമുക്ക് ആളുകളായിട്ട് ഇടപഴകാനുള്ള സാഹചര്യം കുറവായിരിക്കും. പിന്നെ ഒറ്റപ്പെടലും സമപ്രായക്കാരുടെ പ്രേരണയുടെ അഭാവവും. അതായത് ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചുണ്ടാക്കണം, എന്നെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല, അങ്ങനത്തെ ഒരു ചിന്താഗതി വരാനുള്ളൊരു അവസരമുണ്ട്. പിന്നെ പ്രചോദനവും നിലനിർത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുമാണ്. ഓൺലൈൻ കോഴ്സുകൾക്ക് പലപ്പോഴും സ്വയം നിർദ്ദേശിച്ച പഠനം ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ അതിനെ ആരും പിന്തുണക്കാനില്ല എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള രീതിക്ക് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അക്കൗണ്ടബിലിറ്റി പ്രശ്നങ്ങളുണ്ട്. അതുപോലെ വീട്ടിലിരുന്നതിൽ നല്ല അശ്രദ്ധ, അതായത് വീട്ടിലാകുമ്പോൾ നമുക്ക് വേറെ ചുറ്റുപാടുകളുടെ ഇടയിലായിരിക്കും, അപ്പോൾ അശ്രദ്ധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഉടനടി പിന്തുണയുടെ അഭാവമുണ്ട്. സ്വയം അച്ചടക്ക നൈപുണ്യത്തിൻ്റെ വ്യതിയാനവും സംഭവിക്കാം. പിന്നെ ടെക്നോളജിക്കൽ ചാലഞ്ചസ് ആണ്, സാങ്കേതിക വെല്ലുവിളികളാണ്. ഓൺലൈൻ പഠനം സാങ്കേതിക വിദ്യയെ വളരെയധികം ആശ്രയിക്കുന്ന ഒന്നാണ്. ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി പ്രശ്നങ്ങൾ, അതുപോലെ സോഫ്റ്റ്വെയർ തകരാറുകൾ അല്ലെങ്കിൽ ഹാർഡ്വെയർ തകരാറുകൾ തുടങ്ങിയ സാങ്കേതിക പ്രശ്നങ്ങൾ പഠനാനുഭവത്തെ തടസ്സപ്പെടുത്തും. ഇത് ഓൺലൈൻ വിദ്യാഭ്യാസ പ്രശ്നത്തിന് അസമത്വം സൃഷ്ടിക്കും. ഈ പ്രശ്നങ്ങളുടെ ചില പോയിന്റുകളുണ്ട്. ഒന്നാമത്തത് ഇൻ്റർനെറ്റ് ആക്സസ് പ്രശ്നങ്ങൾ, രണ്ടാമത്തത് ഉപകരണ ലഭ്യത, മൂന്ന് സോഫ്റ്റ്വെയറിൻ്റെ അനുയോജ്യത, നാലാമത്തത് സാങ്കേതിക നൈപുണ്യങ്ങൾ, അതായത് ഡിജിറ്റൽ സാക്ഷരതയുടെ അഭാവം. ഇപ്പോൾ ഇന്നതിൽ പഠിക്കണം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടെന്ന് ആളുകൾക്ക് അറിയണ്ടേ, അതാണ് പറയുന്നത് കേട്ടോ. സാങ്കേതിക നൈപുണ്യങ്ങൾ, പിന്നെ സാങ്കേതിക പിന്തുണ, മറ്റൊന്ന് സൈബർ സുരക്ഷാ ആശങ്കകൾ. നമ്മൾ ഇപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അങ്ങനെയുള്ള ആശങ്കകളില്ലേ അത്. പിന്നെ പ്ലാറ്റ്ഫോം വിശ്വാസ്യത, പിന്നെ സാങ്കേതിക വിദ്യയുടെ ചിലവ്,
കമ്പ്യൂട്ടറോ നെറ്റൊക്കെ വാങ്ങണമെങ്കിൽ നെറ്റ് കണക്ഷനൊക്കെ എടുക്കണമെങ്കിലുള്ള ചിലവ്. പിന്നെ ഡിജിറ്റൽ വിഭജനം എന്നറിയപ്പെടുന്ന വിവിധ സാമൂഹിക സാമ്പത്തിക ഗ്രൂപ്പുകൾ തമ്മിലുള്ള സാങ്കേതിക വിദ്യയിലേക്കുള്ള പ്രവേശനത്തിലെ അസമത്വം വിദ്യാഭ്യാസപരമായ അസമത്വങ്ങൾ വർദ്ധിപ്പിക്കും. ഇനി ഒന്ന് ലേണിംഗ് കർവ് പറഞ്ഞാൽ പുതിയ ഓൺലൈൻ പഠന പ്ലാറ്റ്ഫോമുകളിലേക്ക് ടൂളുകൾക്കും പൊരുത്തപ്പെടുത്തുന്നതിന് സമയവും പരിശ്രമവും ആവശ്യമാണ് എന്നതാണ്. മറ്റൊന്ന് ബാൻഡ് വിഡ്ത്ത് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, പരിമിതമായ ഇൻ്റർനെറ്റ് പ്ലാനുകളോ വേഗത കുറഞ്ഞ കണക്ഷനുകളോ ഉള്ള വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പ്രവചനങ്ങളിൽ പൂർണ്ണമായിട്ട് പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ക്വാളിറ്റി ഓഫ് ഇൻസ്ട്രക്ഷനാണ്. ഈ പ്രബോധനത്തിൻ്റെ ഗുണനിലവാരത്തിൽ അല്ലെങ്കിൽ അധ്യാപനത്തിൻ്റെ ഗുണനിലവാരത്തിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ ഇൻസ്ട്രക്ടർമാരുടെ വൈദഗ്ധ്യം, കോഴ്സ് ഡിസൈന്, വിദ്യാഭ്യാസ വിഭവങ്ങൾ എന്നിവ പോലുള്ള ഘടകങ്ങളെ ആശ്രയിച്ച് ഓൺലൈൻ കോഴ്സുകളുടെ ഗുണനിലവാരം വ്യാപകമായിട്ട് വ്യത്യാസപ്പെടും. ഈ പ്രശ്നം എന്ത് ചെയ്തിട്ടുണ്ടതും ചില പോയിന്റുകളിലായിട്ട് നമ്മൾ ഒതുക്കിയിട്ട് നമുക്ക് പറയാം. ഒന്ന്, കോഴ്സ് ഡിസൈനിലെ വ്യതിയാനമാണ്. അതായത് ചില കോഴ്സുകൾ വ്യക്തമായ ലക്ഷ്യങ്ങളും ആകർഷമായ സാമഗ്രികളും ഉപയോഗിച്ച് ഘടനാപരമായിട്ട് അതിനെ നല്ലതാക്കിയിട്ട് നമുക്ക് തോന്നാം. എന്നാൽ മറ്റുള്ളവ ചിലത് മോശമായിട്ടും അനുഭവപ്പെടാം. രണ്ടാമത്തത് ഇൻസ്ട്രക്ടർമാരുടെ അനുഭവമാണ്. അവരുടെ അനുഭവവും പരിശീലനവും. അതായത് ഓൺലൈൻ അധ്യാപനത്തിൽ പരമ്പരാഗത ക്ലാസ് റൂം അധ്യാപകരിൽ നിന്ന് വ്യത്യസ്തമായ കഴിവുകൾ അധ്യാപകർക്ക് വേണം. ഇത് സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. മൂന്നാമത്തത് ഇടപഴകലുമാണ്. അതായത് ഉയർന്ന നിലവാരമുള്ള നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികളും ഇൻസ്ട്രക്ടർമാരും തമ്മിലുള്ള സജീവമായ ഇടപഴകലും ആവശ്യമാണ്. നാലാമത്തത് മൾട്ടിമീഡിയയും ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയലുകളും, പ്രബോധന സാമഗ്രികളുടെ ഗുണനിലവാരം, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അഞ്ചാമത്തത് വിലയിരുത്തലും ഫീഡ്ബാക്കുമാണ്. വിദ്യാർത്ഥികളുടെ ധാരണ കൃത്യമായി അളക്കുന്ന മൂല്യനിർണ്ണയങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിലും ഉടനടി ക്രിയാത്മകമായ ഫീഡ്ബാക്ക് നൽകുന്നതിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ കോഴ്സുകൾ വെല്ലുവിളികൾ നേരിടാറുണ്ട്. ആറാമത്തത് വ്യക്തിഗതമാക്കലും പൊരുത്തപ്പെടുത്തലും, അഡാപ്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് തന്നെയാണ്. അടുത്തത് പ്രവേശനക്ഷമതയും ഉൾപ്പെടുത്തലുമാണ്. പ്രവേശനക്ഷമത മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കോഴ്സുകൾക്ക് ചില വിദ്യാർത്ഥികളെ ഒഴിവാക്കാനും ദോഷകരമാക്കാനും കഴിയും. എട്ടാമത്തത് ഉള്ളടക്കത്തിൻ്റെ പ്രസക്തിയും അതുപോലെ തന്നെ ആധുനികതയുമാണ്. കാലഹരണപ്പെട്ടതോ അല്ലെങ്കിൽ അപ്രസക്തമായതോ ആയ ഉള്ളടക്കമുള്ള കോഴ്സുകൾ പഠനാനുഭവത്തെ ദുർബലപ്പെടുത്തും. ഒൻപതാമത്തത് ഇൻസ്ട്രക്ടറുടെ ലഭ്യത. ഇൻസ്ട്രക്ടർമാരെ എപ്പോൾ ലഭിക്കുന്നോ അതിനനുസരിച്ച് പഠനത്തിൽ വ്യത്യാസം വരും. പിന്നെ വിദ്യാർത്ഥി പിന്തുണ സേവനങ്ങൾ. അക്കാദമിക് ഉപഭോക്താക്കൾ ഉൾപ്പെടെയുള്ള ശക്തമായ വിദ്യാർത്ഥി പിന്തുണ സേവനങ്ങളില്ലാതെ ഓൺലൈൻ പഠന പരിസ്ഥിതികൾ വിദ്യാർത്ഥികളെ ഒറ്റപ്പെടുത്തുകയും അതുപോലെ തന്നെ അവരെ പിന്തുണക്കാതിരിക്കുകയും ചെയ്യാറുണ്ട്. ഇനി ലാക്ക് ഓഫ് പേഴ്സണലൈസ്ഡ് സപ്പോർട്ടാണ്, വ്യക്തിഗത പിന്തുണയുടെ അഭാവം. ഓൺലൈൻ പഠനത്തിന് പലപ്പോഴും വ്യക്തിഗത പിന്തുണയുടെ ഒരു തലം ഇല്ല എന്നത് വാസ്തവമാണ്. ഈ പ്രശ്നത്തെ നമുക്ക് എന്ത് ചെയ്യാം, ചില പോയിന്റുകളിൽ പറയാം. ഒന്ന്, പരിമിതമായ 1-on-1 ഇൻട്രാക്ഷൻ. അതായത് 1-on-1 എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾ മറ്റൊരാളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഇല്ല. അതായത് പഠിതാക്കൾ പരസ്പരം എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല എന്നുള്ളത്. മറ്റൊന്ന്, വ്യക്തിഗത പഠനശൈലികൾ അഭിസംബോധന ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടാണ്. മൂന്നാമത്തത്, ഉടനടിയുള്ള ഫീഡ്ബാക്കിൻ്റെ അഭാവം. നാലാമത്തത്, അല്ലെങ്കിൽ നമ്മൾ പറയല്ലേ, ഇപ്പോൾ എന്താണ് പറയുക, ഒരു ഓൺലൈൻ പഠനത്തിന് വിഷ്വൽ സൂചകങ്ങളില്ല, അത് കുറവാണ്. ഇത് വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുകൾ കണ്ടെത്തുന്നതിനും പരിഹരിക്കുന്നതിനും അധ്യാപകർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് റൂം ആണെങ്കിൽ ഇപ്പോൾ 30 കുട്ടികളുടെയും 30 കുട്ടികളുടെയും ആ അധ്യാപകൻ ശരിക്കും മനസ്സിലാക്കണം എന്നാണ്. അപ്പോൾ അതിൽ ഓരോരുത്തർക്ക് ചിലർക്ക് നല്ല കഴിവുണ്ടാകും, അത് കഴിവുണ്ട്, അത് അവരെ ഈ രീതിയിൽ ശ്രദ്ധിക്കാം. ഒരാൾക്ക് എന്താണ് ഒട്ടും കഴിവില്ല, നമ്മളങ്ങനെ എപ്പോഴും കൂടെ നടന്ന് പുഷ്ടിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കണം, അത് നമുക്ക് അങ്ങനെ ആ ഒരു ശ്രദ്ധ ഏതിൽ കിട്ടാൻ കഴിയില്ല, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കിട്ടാൻ പ്രയാസമാണ്. പിന്നെ പരിമിതമായ അക്കാദമിക് ഉപദേശം. അതായത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗമാണ് വിദ്യാർത്ഥികളെ ഉപദേശിച്ച് നന്നാക്കുക എന്നുള്ളത്. അതൊരിക്കലും ഇതിലില്ല, ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ സാധ്യമല്ല. പിന്നെ ബുദ്ധിമുട്ട് കെട്ടിപ്പിടിക്കുന്ന ബന്ധങ്ങൾ, പിന്നെ പൊതുവായുള്ള ഉള്ളടക്ക ഡെലിവറി, പിന്നെ സഹായം ആക്സസ് ചെയ്യുന്നതിനുള്ള തടസ്സങ്ങൾ, പിന്നെ തത്സമയ ഇടപെടലിനുള്ള കുറഞ്ഞ അവസരങ്ങൾ, പിന്നെ പഠന ഫലങ്ങളിലുള്ള സ്വാധീനം. അപ്പോൾ വ്യക്തിഗത പിന്തുണയുടെ അഭാവം പരിഹരിക്കുന്നതിനുള്ള ചില തന്ത്രങ്ങളും നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതെന്തൊക്കെയാണെന്ന് നോക്കുക. ഒന്നാമത്തത്, വെർച്വൽ ഓഫീസ് സമയം വാഗ്ദാനം ചെയ്യുക. രണ്ടാമത്തത്, അഡ്മിനിസ്ട്രേറ്റീവ് ലേണിംഗ് ടെക്നോളജീസ് ഉപയോഗിക്കുക. മൂന്നാമത്തത്, വ്യക്തിഗതമാക്കിയ അക്കാദമിക് ഉപദേശം നൽകുക. നാലാമത്തത്, സംവേദനാത്മകവും ആകർഷകവുമായ ഉള്ളടക്കം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പിന്നെ ശക്തമായ ഓൺലൈൻ കമ്മ്യൂണിറ്റികൾ കെട്ടിപ്പടുക്കുക. ഇനി ലിമിറ്റഡ് ഹാൻഡ് ഓൺ ലേണിംഗ്.
അതായത് ലബോറട്ടറി അടിസ്ഥാനമാക്കിയുള്ള സയൻസ് അല്ലെങ്കിൽ അപ്പോൾ നമ്മളെ ഹാൻഡ് ഓൺലൈൻ നൈപുണ്യ പരിശീലനം പോലെയുള്ള ചില വിഷയങ്ങൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഫലപ്രദമായിട്ട് പഠിക്കുന്നതിന് വെല്ലുവിളികളുണ്ട്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, സയൻസൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ലാബ് വേണം, ലബോറട്ടറികളിൽ സെർച്ച് നടത്തണം, നിരീക്ഷണങ്ങൾ നടത്തണം. അത് പക്ഷേ നമുക്ക് ഇതിൽ കഴിയില്ല, അതേപോലെ കഴിയില്ല, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കഴിയില്ല. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ വിജ്ഞാനത്തിൻ്റെ യഥാർത്ഥ ലോക പ്രയോഗത്തെയും അത് സ്വാധീനിക്കാനിടയുണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ പ്രശ്നത്തിൻ്റെ ചില വശങ്ങളുണ്ട്. ഒന്നാമത്തത് പ്രായോഗിക നൈപുണ്യ വികാസം. പരമ്പരാഗത ക്രമീകരണങ്ങളുടെ അതേ നിലവാരത്തിലുള്ള പ്രായോഗിക അനുഭവങ്ങൾ നൽകാൻ ഓൺലൈൻ പഠനത്തിന് കഴിയില്ല. അപ്പോൾ പറഞ്ഞല്ലോ. രണ്ടാമത്തത് സിമുലേഷനും അതുപോലെ തന്നെ ലാബ് വർക്കും. സിമുലേഷൻ അനുകരണവും ലാബ് വർക്ക് ചിലതിനെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതുണ്ട്, അതിന് കഴിയില്ല. അതേപോലെ തന്നെ ലാബ് വർക്കിന് സാധ്യമല്ല. മൂന്നാമത്തത് പരിമിതമായ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ. യഥാർത്ഥ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ സമയത്തിന് പഠിതാക്കളിലേക്ക് എത്തിക്കാനത് കഴിഞ്ഞോളണം. നാലാമത്തത് സങ്കീർണമായ ഉപകരണങ്ങൾ. ഇപ്പോൾ ഫീൽഡ് ഓൺലൈൻ പഠിതാക്കൾക്ക് എളുപ്പത്തിൽ പിടിച്ചെടുക്കാൻ കഴിയാത്ത ചില, അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഇത് ശരിക്കും ഉപയോഗിക്കാൻ ഇപ്പോൾ ഓൺലൈൻ പഠനത്തിന് നമുക്ക് പല പ്ലാറ്റ്ഫോമുകളും ഉണ്ട്. നമ്മൾ തന്നെ കുറേ പഠിച്ചു. ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പോലും ആർക്കറിയണം? ഈ പഠിതാക്കൾക്ക് അറിയണ്ടേ, എന്നാലല്ലേ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ ലബോറട്ടറിയുടെയും ഫീൽഡ് എക്സ്പീരിയൻസിനെ പലപ്പോഴും അത് ഉപയോഗിക്കാൻ കഴിയില്ല. അത് ഏതിൽ കഴിയില്ല? ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കാൻ കഴിയില്ല. പിന്നെ വെർച്വൽ ലാബും പിന്നെ സിമുലേഷനുകളും ഉപയോഗിക്കുക. അത് മെച്ചപ്പെടുത്താനുള്ള മാർഗ്ഗം കേട്ടോ. എന്തെങ്കിലും മെച്ചപ്പെടുത്താനുള്ള മാർഗ്ഗം വെർച്വൽ ലാബും പിന്നെ സിമുലേഷനും ഉപയോഗിക്കുക. ഹൈബ്രിഡ് പഠന മാതൃകകൾ നടപ്പിലാക്കുക. പ്രൊജക്റ്റ് അധിഷ്ഠിത പഠനം നടപ്പിലാക്കുക. പ്രാദേശിക സംഘടനകളുമായിട്ട് സഹകരിക്കുക. ഇതൊക്കെയാണത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി പൊട്ടൻഷ്യൽ ഫോർ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാതിരിക്കുന്നതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? ഓൺലൈൻ പഠിക്കുക എന്നതിൽ, ഇപ്പോൾ ഓൺലൈനിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനർത്ഥം വിദ്യാർത്ഥികൾ പലപ്പോഴും അവരുടെ പരിതസ്ഥിതിയിൽ പഠിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധ, ഏകാഗ്രത നിലനിർത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ഉൽപ്പാദനക്ഷമതയും അതുപോലെ തന്നെ പഠന ഫലങ്ങളും കുറയ്ക്കുന്നതിലേക്ക് നയിക്കും. ഒരു ഓൺലൈൻ പഠനം, ഞാനിപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ ക്ലാസ് ഇടുമ്പോൾ ആളുകൾ പലപ്പോഴും പറയാറുണ്ട്, ടീച്ചർ നിങ്ങൾ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ വോയിസ് മാത്രം തരികയാണെങ്കിൽ കുറച്ചുകൂടി സൗകര്യമായിരുന്നു. അവന് ഇതിരുന്ന് കേൾക്കാൻ ആളുകൾക്ക് സൗകര്യമില്ല. അപ്പോൾ ഇത് നമ്മൾ ചെവിയിൽ ഹെഡ്സെറ്റും കുത്തി കഴിഞ്ഞാൽ വോയിസ് ആയിട്ട് വാട്സപ്പിൽ കൊടുത്തിരുന്നു കേട്ടോ. അതാണ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്താണ്, ഏത് സമയത്ത് അവർക്ക് ഇതിരുന്ന് കേട്ടിട്ട് അങ്ങനെ കേട്ട് മനസ്സിലാക്കിയിട്ട് എഴുതാൻ അറിയുന്ന ആളുകളാണെങ്കിൽ പിന്നെ സിമ്പിളായിട്ട് എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യം കൂടി നമ്മളിതിൽ കണ്ടെത്തുക എന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു പുസ്തകത്തിൽ ഇൻഫർമാറ്റിക്സ് ആൻഡ് അക്കാഡമിക്സ് എന്ന ഒരു നമ്മുടെ മെയിൻ പുസ്തകത്തിൽ പഠിക്കാനുള്ളത്. 2 ബ്ലോക്കുള്ളൂ, 3 യൂണിറ്റാണ്. 3 യൂണിറ്റാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുണ്ട്, കണ്ടമാനം പഠിക്കാനുണ്ട്, കണ്ടമാനം ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, താങ്ക്സ്.